സ്വന്തം കാര്യസാധ്യങ്ങൾക്കായി അവസരങ്ങളെ വളച്ചൊടിക്കുന്നവർ യിരെമ്യാ പ്രവാചകന്റെ ജീവിതത്തിൽ നിന്നും വലിയ പാഠങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ദേശസ്നേഹം എന്നാൽ എന്ത് എന്ന് വ്യക്തമായി കാണിച്ചു തന്നിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് യിരെമ്യാവിൻ്റേത്. തെറ്റിപ്പോകുന്ന ജനത്തോട് നീരസത്തോടെയല്ല, ദേഷ്യഭാവത്തോടെ അല്ല, സഹതാപത്തോടെയും സ്നേഹത്തോടെയും ശരിയായ വഴി പറഞ്ഞു കൊടുക്കുന്ന മഹാമനസ്കൻ യിരെമ്യാവ്. ജീവസന്ദേശത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ലോകം പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് നാം കാണുന്നത്. സകലത്തെയും കാൽക്കീഴാക്കുവാനുള്ള വെമ്പലോടെ മനുഷ്യൻ മുന്നോട്ട് കുതിച്ചു പായുകയാണ്. എന്നാൽ ഈ ലോകത്തിൻ്റെ രൂപം അഴിഞ്ഞു പോകുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസും, ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുമെന്ന് വിശുദ്ധ യോഹന്നാനും തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. യിരെമ്യാ പ്രവചനം 50 മുതൽ 52 വരെയുള്ള അധ്യായങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം. വളരെ സംഘർഷപൂരിതമായ ഒരു കാലയളവിൽ വളരെയേറെ വെല്ലുവിളികൾ ഉയർത്തുന്ന ഒരു ജീവിതമായിരുന്നു യിരെമ്യാ പ്രവാചകൻ്റേത്. അവനെ സംരക്ഷിക്കുവാനോ അവനെ പ്രോത്സാഹിപ്പിക്കുവാനോ അവനുള്ളവർ പോലും ആരുമില്ലായിരുന്നു. അനാഥോത്തിൽ ഹിൽക്കിയ പുരോഹിതൻ്റെ മകനായി അവൻ ജനിച്ചു. ബാലനായിരുന്നപ്പോൾ തന്നെ രാജസ്ഥാനത്ത് വന്ന യോശിയ രാജാവിൻ്റെ ഭരണകാലത്താണ് യിരെമ്യാവ് തൻ്റെ ശുശ്രൂഷ ആരംഭിച്ചത്. ദൈവം അവനെ വിളിച്ചു. ഞാൻ നിന്നെ അറിഞ്ഞു, ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ഞാൻ നിന്നെ പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു എന്ന് ദൈവം അവനോട് ചെറുപ്പത്തിൽ തന്നെ പറഞ്ഞു. അതിനോട് അവൻ പ്രതികരിച്ചത് വളരെ വ്യത്യസ്തമായിട്ടായിരുന്നു. അന്ന് യിരെമ്യാവ് പറഞ്ഞത്, ദൈവമേ, എന്നെക്കൊണ്ടാവില്ല, ഞാൻ ബാലനല്ലോ, എനിക്ക് സംസാരിപ്പാൻ പോലും അറിയില്ല, അതിനുള്ള കഴിവില്ല. എന്നാൽ തൻ്റെ കഴിവില്ലായ്മയെ മനസ്സിലാക്കി സമ്മതിച്ച പ്രവാചകനെ അതിശക്തമായി ഉപയോഗിക്കുവാൻ ദൈവം ശക്തനാകുന്നു എന്ന് പിന്നീടുള്ള കാലത്ത് തെളിയിച്ചു. നാം അത് കണ്ടു കഴിഞ്ഞു. എപ്പോഴും കരയുന്ന ഒരു പ്രവാചകൻ, തൻ്റെ ജനത്തെക്കുറിച്ച് വിലപിക്കുന്ന ഒരു നല്ല മനുഷ്യൻ. യിരെമ്യാവ് വളരെ ശ്രദ്ധേയനായ ഒരു മനുഷ്യനായിരുന്നു. ഞാൻ അദ്ദേഹത്തെ ദൈവത്തിൻ്റെ കരയുന്ന പൈതൽ എന്ന് വിളിക്കും. സ്വന്തം കാര്യങ്ങൾ കാണുവാൻ കരയുന്നു എന്ന അർത്ഥത്തിലല്ല. കുഞ്ഞുങ്ങൾ മിക്കവാറും അങ്ങനെയാണല്ലോ, സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ കരയുന്നത്. ഇവിടെ യിരെമ്യാവ് മിക്കവാറും സമയങ്ങളിൽ കണ്ണുനീരിൽ കലങ്ങിയ കണ്ണുകളുമായിട്ടാണ് കഴിഞ്ഞിരുന്നത്. ന്യായവിധിയുടെ ക്രൂരമായ ദൂതറിയിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്തത് യിരെമ്യാവിനെയായിരുന്നു. അമ്മയുടെ ഹൃദയമുള്ള, ഗദ്ഗദത്തോടെ സംസാരിക്കുന്ന, കണ്ണുനീര് കൊണ്ട് നിറഞ്ഞ കണ്ണുകളുള്ള ഈ മനുഷ്യനെയാണ് ദൈവം തിരഞ്ഞെടുത്തത്. താൻ അറിയിച്ച ദൂത് തൻ്റെ തന്നെ ഹൃദയത്തെ തകർക്കുന്നതായിരുന്നു. യിരെമ്യാവ് ദൈവത്തിൻ്റെ ഒരു വലിയ മനുഷ്യനായിരുന്നു. അലിയുന്ന ഹൃദയമുള്ള, കരുണാസമ്പന്നനായ, അതെ, ഒരു മാതാവിനെ പോലെ, ഒരു പിതാവിനെ പോലെ തൻ്റെ കുഞ്ഞുങ്ങളോട് ഇടപെടുന്ന ഒരുവനെ ദൈവം തൻ്റെ ദൂത് അറിയിക്കുവാൻ കണ്ടെത്തി. അതാണ് യിരെമ്യാവ്. അവൻ നോക്കി നിൽക്കെ തന്നെ തൻ്റെ ജനം അടിമത്തത്തിലേക്ക് പിടിക്കപ്പെട്ടുകൊണ്ടുപോയി. ഇത് പറയുമ്പോൾ അതിൻ്റെ ഗൗരവം പലപ്പോഴും നമുക്ക് മനസ്സിലാകില്ല. ലോകത്തിന് അനുഗ്രഹമായി ദൈവാനുഗ്രഹം നേരിട്ട് പ്രാപിച്ച, എല്ലാ സമ്പൽ സമൃദ്ധിയിലും ദൈവം ആക്കിത്തീർത്ത ഒരു കൂട്ടം ജനം അടിമവേല ചെയ്യുന്ന അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇത്രയും ലജ്ജാകരമായ, ഇത്രയും ഹൃദയഭേദകമായ മറ്റേതൊരവസ്ഥയാണ് ഒരു മനുഷ്യന് ഉണ്ടാകുവാൻ കഴിയുന്നത്? യഹൂദ രാഷ്ട്രം മുഴുവൻ അതിൻ്റെ ദുഃഖകരമായ അന്ത്യത്തിലേക്ക് പോകുന്ന ഒരു സമയത്ത് അവരോട് ദൈവത്തിൻ്റെ ആലോചന അറിയിക്കുന്ന ഉത്തരവാദിത്വം യിരെമ്യാവിൻ്റേതായിരുന്നു. യിരെമ്യാവ് പ്രവചിച്ചത് തെക്കേ രാജ്യത്തോടായിരുന്നു.
യിരെമ്യാവിൻ്റെ സമയമായപ്പോഴേക്കും വടക്കേ രാജ്യം, അതായത് 10 ഗോത്രങ്ങൾ അടങ്ങിയ വടക്കേ രാജ്യം അടിമത്തത്തിലേക്ക് പോയി കഴിഞ്ഞിരുന്നു. അശൂർ വന്ന് അവരെ കൊണ്ടുപോയിരുന്നു. എന്തൊരു സമയമായിരുന്നെന്നറിയാമോ? രാഷ്ട്രീയമായ അധപ്പതിച്ച അവസ്ഥ, അഴിമതിയും അരക്ഷിതാവസ്ഥയും ഒരുപോലെ നടമാടിയിരുന്ന കാലം, നാശത്തിലേക്ക് കുതിച്ചു പാഞ്ഞു പോയിക്കൊണ്ടിരുന്ന ആ രാഷ്ട്രത്തിൻ്റെ പാതയിൽ നിൽക്കുക എന്നത് യിരെമ്യാവിൻ്റെ ഊഴമായിരുന്നു. അവിടെ വെറുതെ നിൽക്കുകയായിരുന്നില്ല, പിന്നെയോ അവരുടെ ഗതി തിരിച്ചു വിടുവാനുള്ള ഒരു ശ്രമം അത് വിഫലമായപ്പോൾ തൻ്റെ സ്വന്തം ജനം, താൻ സ്നേഹിച്ച ആ കൂട്ടം ഭയാനകമായ നാശത്തിലേക്ക് പതിയുന്നത് അവൻ നിസ്സഹായനായി നോക്കി നിന്നു. എത്ര വേദനാജനകമായൊരവസ്ഥ! ഒന്നും ചെയ്യുവാൻ കഴിയുന്നില്ല. യിരെമ്യാവ് ഏലിയാവിനെ പോലെ ശക്തനോ, യെഹെസ്കേലിനെ പോലെ വലിയ കാര്യങ്ങൾ ചെയ്ത ഒരു വ്യക്തിയോ, യെശയ്യാവെ പോലെ വാഗ്മിയോ ആയിരുന്നില്ല. എന്നാൽ അവൻ്റെ നിസ്സഹായ അവസ്ഥയും ഭീരുത്വവും പ്രതികൂലങ്ങളും എല്ലാം ദൈവം എടുത്തുപയോഗിച്ചു. ഇന്നും ദൈവം ഇങ്ങനെയുള്ളവരെ ഉപയോഗിക്കുന്നു. യെശയ്യാവ് ശുശ്രൂഷിച്ച് ഏകദേശം 1 നൂറ്റാണ്ട് കഴിഞ്ഞാണ് യിരെമ്യാവ് തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത് തന്നെ. യോശിയ രാജാവിൻ്റെ കാലത്താണ് അവൻ തൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. അവിടെ നിന്നും ബാബിലോന്യ അടിമത്തത്തിലും അവൻ്റെ പ്രവചനം തുടർന്നു എന്ന് നാം കാണുന്നു. ബാബിലോണിൽ 70 വർഷം അടിമകളായി തൻ്റെ ജനം പാർക്കുമെന്ന് പ്രവചിച്ചത് യിരെമ്യാവാണ്. അടിമത്തത്തിൻ്റെ അന്ധകാരത്തിലൂടെ അവൻ അതിനപ്പുറമുള്ള പ്രകാശം കാണുകയുണ്ടായി. ഭാവിയെക്കുറിച്ചുള്ള ഇത്ര തിളങ്ങുന്ന വാക്കുകൾ മറ്റൊരു പ്രവാചകനും പറഞ്ഞിട്ടില്ല. വളരെ കഠിനമേറിയ ഒരു ദൂത് വളരെ കർക്കശമായ ഭാഷയിൽ അറിയിക്കേണ്ടതിന് ദൈവം തെരഞ്ഞെടുത്തത് ലോലഹൃദയനായ യിരെമ്യാവിനെയായിരുന്നു. ഈ ന്യായവിധിയുടെ ദൂത് പറയുമ്പോൾ പോലും അനുസരണം കെട്ട ഒരു ജനത്തോട്, അതായത് ദൈവത്തോട് നിരന്തരം മറുത്തു നിന്നതായ ഒരു ജനത്തോട് ദൈവത്തിൻ്റെ ദൂത് അറിയിക്കുമ്പോൾ ഉള്ളിൽ യാതൊരു നീരസവുമില്ലാതെ കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായി കവിളുകളിലൂടെ കണ്ണുനീർ ധാരധാരയായി ഒഴുകിക്കൊണ്ട് ദൈവാലയത്തിൻ്റെ പ്രാകാരത്തിലും വാതിൽക്കലും നിന്ന് യിരെമ്യാവ് ദൂതറിയിച്ചു. ദൈവം യിരെമ്യാവോട് പറഞ്ഞു, ഞാൻ പറയുന്നത് നീ ജനത്തോട് സംസാരിച്ചാൽ മാത്രം മതി, നീ ഭയപ്പെടരുത്, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന്. യഹൂദ പിന്മാറിപ്പോയിരുന്നു. ദൈവത്തെ അനുസരിപ്പാൻ മനസ്സില്ലാത്ത ഒരു കൂട്ടം ജനം. മാറി മാറി വന്ന ഓരോ ഭരണാധികാരിയും യഹൂദയുടെ അന്യായത്തോട് കൂടുതൽ അന്യായം കൂട്ടുക മാത്രമാണ് ചെയ്തത്. ആരും ആ ജനത്തെ പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചില്ല. യോശിയാവ് മാത്രമായിരുന്നു അവിടെ ഒരു ഉണർവുണ്ടാകണമെന്ന് ആഗ്രഹിച്ച് പ്രവർത്തിച്ചത്. യോശിയ രാജാവ്. നാം യിരെമ്യാ പ്രവചനം 49-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ നാം കണ്ടത് യഹൂദയിൽ ശേഷിച്ചതായ ജനങ്ങൾ തങ്ങൾക്ക് ചുറ്റുപാടുമുണ്ടായിരുന്ന രാജ്യങ്ങളിൽ പോയി അഭയം പ്രാപിക്കുന്നതിനോട് യോജിക്കാതെ അവിടെ പോയാലും യാതൊരു രക്ഷയും ഇല്ല എന്ന് യിരെമ്യാവ് അവരെ അറിയിക്കുന്നതാണ്. ഇനിയും 50-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അന്നത്തെ ലോകശക്തിയായിരുന്ന ബാബേൽ സാമ്രാജ്യത്തിനെതിരായ പ്രവചനമാകുന്നു നാം കാണുന്നത്. 50-ാം അധ്യായത്തിൽ ബാബേൽ വന്ന് യഹൂദയെ പിടിച്ചപ്പോൾ അവിടുത്തെ ഏറ്റവും നല്ല ആളുകളെ നെബൂഖദ്നേസർ പിടിച്ചുകൊണ്ടുപോയി. അവിടെ ആർക്കും വേണ്ട എന്ന് തോന്നത്തക്കവണ്ണമുള്ള ഏതാനും ആളുകളെ ശേഷിപ്പിച്ചിട്ട് പോയി. ഈ ശേഷിച്ച ആളുകൾ ചിന്തിച്ചു, നെബൂഖദ്നേസർ വന്ന് ഇനിയും തങ്ങളെ പിടിച്ചുകൊണ്ടു പോവുകയോ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിന് മിസ്രൈമിൽ, അതായത് ഈജിപ്തിൽ അഭയം തേടാമെന്ന്. ദൈവം യിരെമ്യാവിലൂടെ പറഞ്ഞു, നിങ്ങൾ എവിടെ പോയാലും രക്ഷയില്ല, മിസ്രൈമിൽ പോയാലും രക്ഷയില്ല, ഏദോമിൽ പോയാലും രക്ഷയില്ല, നിങ്ങൾ കേദാരിൽ പോയാലും രക്ഷയില്ല, ദമശ്കേൽ പോയാലും രക്ഷയില്ല, എവിടെ പോയാലും ദൈവം ഈ പറയുന്ന ആളുകളെയും നശിപ്പിക്കുവാൻ പദ്ധതിയിട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്ന ഒരേ ഒരു കാര്യം നിങ്ങളുടെ ദൈവമായ യഹോവയെങ്കിലേക്ക് നോക്കുക, അവനിൽ ആശ്രയിക്കുക. അതുമാത്രമാണ് നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നത്. ബാബേൽ പോലും നശിപ്പിക്കപ്പെടുമെന്ന് ദൈവം പ്രവാചകനിലൂടെ ജനത്തോട് അറിയിച്ചു. ലോകശക്തിയായിരിക്കുന്ന ബാബേൽ പോലും. ഇത് ഒന്നാമത്തെ ലോകശക്തിയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ, ബാബേൽ. എന്നാൽ ഇതും നശിപ്പിക്കപ്പെടും. ന്യായവിധി ബാബേലിൻ്റെ മേൽ വരും എന്ന് ദൈവം വളരെ വ്യക്തമായി ജനത്തോട് പറയുന്നു.
നിങ്ങൾ യെരമ്യാ പ്രവചനം 50-ാം അധ്യായം എടുത്താൽ 50-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു. യിരെമ്യാ പ്രവാചകൻ മുഖാന്തരം യഹോവ ബാബേലിനെക്കുറിച്ചും കൽദയ ദേശത്തെക്കുറിച്ചും കൽപ്പിച്ച അരുളപ്പാട്: ജാതികളുടെ ഇടയിൽ പ്രസ്താവിച്ച് പ്രസിദ്ധമാക്കുവിൻ, കൊടി ഉയർത്തുവിൻ, മറച്ചു വെക്കാതെ ഘോഷിപ്പിൻ. ബാബേൽ പിടിക്കപ്പെട്ടിരിക്കുന്നു, ബേൽ ലജ്ജിച്ചുപോയി, മെരോദാക്ക് തകർന്നിരിക്കുന്നു, അതിലെ വിഗ്രഹങ്ങൾ ലജ്ജിച്ചുപോയി, അതിലെ ബിംബങ്ങൾ തകർന്നിരിക്കുന്നു എന്ന് പറവീൻ. ഇത് എഴുതപ്പെട്ടപ്പോൾ ഇസ്രായേൽ ഭൂമിയുടെ മുഖത്തു നിന്നും നീക്കപ്പെടുമെന്നും ബാബേൽ ലോകശക്തിയായി തുടരുമെന്നും തോന്നുന്ന ഒരു അവസ്ഥയായിരുന്നു. എന്നിട്ടും ദൈവം പറയുന്നത് ബാബേൽ നശിപ്പിക്കപ്പെടുമെന്നത്രേ. നിങ്ങളിപ്പോൾ ഏറ്റവും വലിയ ശക്തിയായി കാണുന്ന ബാബേൽ തകർന്ന് തരിപ്പണമാകുമെന്ന് അവരോട് പറഞ്ഞു. ഇപ്പോൾ ഇസ്രായേലിനുണ്ടായിരിക്കുന്നതിനേക്കാൾ മോശമായ സ്ഥിതിയിലേക്ക് അവർ എത്തിച്ചേരും എന്ന് ദൈവം പ്രവാചകനിലൂടെ ജനത്തോട് അറിയിക്കുന്നു. 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്: ആ നാളുകളിൽ, ആ കാലത്ത് ഇസ്രായേൽ മക്കളും യഹൂദ മക്കളും ഒരുമിച്ച് കരഞ്ഞുകൊണ്ട് വന്ന് തങ്ങളുടെ ദൈവമായ യഹോവയെ അന്വേഷിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇസ്രായേൽ രക്ഷപ്പെടും. ഇസ്രായേൽ ദൈവത്തിങ്കിലേക്ക് തിരിയുന്ന അവസാന നാളുകളിലേക്കാണ് ഈ പ്രവചനം നോക്കുന്നത്. ദൈവം പറയുന്നത് താൻ ബാബേലിനെ ന്യായം വിധിക്കുമെന്നത്രേ. മേദ്യ പാർസ്യ രാജ്യം അവരെ കീഴടക്കും. പേർഷ്യൻ രാജ്യം അല്ലെങ്കിൽ സാമ്രാജ്യം അവരെ കീഴടക്കും. ഇനിയും 50-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം വായിച്ചാട്ടെ: ഞാൻ ബാബേലിൻ്റെ നേരെ വടക്കേ ദേശത്തു നിന്ന് മഹാജാതികളുടെ കൂട്ടത്തെ ഉണർത്തി വരുത്തും. അവർ അതിൻ്റെ നേരെ അണിനിരത്തും. അവിടെ വെച്ച് അത് പിടിക്കപ്പെടും. അവരുടെ അമ്പുകൾ വെറുതെ മടങ്ങാതെ സമർത്ഥ വീരൻ്റെ അമ്പുകൾ പോലെ ഇരിക്കും. വളരെയേറെ കൗശലത്തോടെയാണ് ഗൊബ്രയേസ് ബാബേൽ പിടിച്ചടക്കിയത് എന്ന് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. 13-ാം വാക്യത്തിലേക്ക് വരാം. 50-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം: യഹോവയുടെ ക്രോധം ഹേതുവായി അത് നിവാസികളില്ലാതെ അശേഷം ശൂന്യമായി തീരും. ബാബേലിനരികത്ത് കൂടി കടന്നു പോകുന്ന ഏവരും സ്തംഭിച്ച് അതിൻ്റെ സകല ബാധകളും നിമിത്തം ചൂളകുത്തും. ഈ വാക്യം അക്ഷരാർത്ഥത്തിൽ നിറവേറ്റപ്പെട്ടതാണ്. പുരാതന ബാബേലിൻ്റെ അവശിഷ്ടങ്ങളിലൂടെ പോകുന്ന ഏതൊരു വ്യക്തിക്കും അത് മനസ്സിലാകും. ഇനിയും 17-ഉം 18-ഉം വാക്യങ്ങൾ: ഇസ്രായേൽ ചിന്നിപ്പോയ ആട്ടിൻകൂട്ടമാകുന്നു. സിംഹങ്ങൾ അതിനെ ഓടിച്ചു കളഞ്ഞു. ആദ്യം അശൂർ രാജാവ് അതിനെ തിന്ന് ഒടുക്കം ഇപ്പോൾ ബാബേൽ രാജാവായി നെബൂഖദ്നേസർ അതിൻ്റെ അസ്ഥികളെ ഓടിച്ചു കളഞ്ഞു. അതുകൊണ്ട് ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ അശൂർ രാജാവിനെ സന്ദർശിച്ചതുപോലെ ബാബേൽ രാജാവിനെയും അവൻ്റെ രാജ്യത്തെയും സന്ദർശിക്കും. ബാബേലിൻ്റെ നാശം പെട്ടെന്ന് വന്ന് ഭവിക്കുകയും അവൾ ഓർക്കാതിരിക്കുമ്പോൾ അവളെ പിടിച്ചെടുക്കുകയും ചെയ്യും എന്ന് ദൈവം അരുളി ചെയ്യുന്നു. 24-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്: നീ അറിയാതെ അകപ്പെട്ടിരിക്കുന്നു, നിന്നെ കണ്ടെത്തി പിടിച്ചിരിക്കുന്നു, യഹോവയോടല്ലോ നീ പൊരുതിയത്. ദാനിയേൽ പ്രവചനം 5-ാം അധ്യായത്തിൽ ഇതിൻ്റെ രേഖ നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ ഈ പറഞ്ഞ പ്രവചനത്തിൻ്റെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും ഞാൻ 26-ാം വാക്യത്തിലേക്ക് വരികയാണ്. 26-ാം വാക്യം: സകല ദിക്കുകളിലും നിന്ന് അതിൻ്റെ നേരെ വന്ന് അതിൻ്റെ കളപ്പുരകളെ തുറപ്പീൻ, അതിനെ കറ്റ പോലെ കൂമ്പാരം കൂട്ടുവീൻ, അതിൽ ഒന്നും ശേഷിപ്പിക്കാതെ നിർമൂലനാശം വരുത്തുവീൻ. താങ്കൾക്ക് ഇന്ന് ബാബേലിനെ നോക്കാവുന്നതാണ്. അത് ഒരു അവശിഷ്ടത്തിൻ്റെ കൂന മാത്രമായി തീർന്നിരിക്കുന്നു. അത് അശേഷം നശിച്ചു പോയിരിക്കുന്നു. 28-ഉം 29-ഉം വാക്യങ്ങൾ ശ്രദ്ധിച്ചാട്ടെ: നമ്മുടെ ദൈവമായ യഹോവയുടെ പ്രതികാരം, തൻ്റെ മന്ദിരത്തിന് വേണ്ടിയുള്ള പ്രതികാരം തന്നെ സിയോനിൽ അറിയിക്കേണ്ടതിന് ബാബേൽ ദേശത്തു നിന്ന് രക്ഷപ്പെട്ട് ഓടിപ്പോകുന്നവരുടെ ഘോഷം. ബാബേലിൻ്റെ നേരെ വില്ലാളികളെ വിളിച്ചു കൂട്ടുവീൻ, വില്ല് കുലയ്ക്കുന്ന ഏവരുമായുള്ളവരെ അതിൻ്റെ നേരെ ചുറ്റും പാളയമിറങ്ങുവീൻ. ആരും അതിൽ നിന്ന് ചാടിപ്പോകരുത്. അതിൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം അതിന് പകരം കൊടുപ്പീൻ. അത് ചെയ്തതുപോലെ ഒക്കെയും അതിനോടും ചെയ്യുവീൻ. അത് യഹോവയോട്, ഇസ്രായേലിൻ്റെ പരിശുദ്ധനോട് തന്നെ അഹങ്കാരം കാണിച്ചിരിക്കുന്നു. ബാബേലിൻ്റെ നാശത്തിൻ്റെ അറിയിപ്പ് സിയോനിൽ നൽകേണ്ടതുണ്ട് എന്നാണ് നാം കാണുന്നത്. ഇനിയും 50-ാം അധ്യായത്തിൻ്റെ 38-ാം വാക്യത്തിലേക്ക് ഞാൻ വരികയാണ്. 38 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാട്ടെ:
അതിലെ വെള്ളം വറ്റിപ്പോകത്തക്കവണ്ണം ഞാൻ അതിന്മേൽ വറുതി വരുത്തും. അത് വിഗ്രഹങ്ങളുടെ ദേശമല്ലോ, ഘോര ബിംബങ്ങൾ നിമിത്തം അവർ ഭ്രാന്തന്മാരായിരിക്കുന്നു. ആകയാൽ അവിടെ മരുമൃഗങ്ങൾ കുറുനരികളുടെ കൂടെ പാർക്കും, ഒട്ടകപ്പക്ഷിയും അവിടെ വസിക്കും. ഇനി അതിൽ ഒരു നാളും കുടിപ്പാർപ്പുണ്ടാകുകയില്ല. തലമുറ തലമുറയായി അത് നിവാസികളില്ലാതെ കിടക്കും. ദൈവം സൊദോമും ഗൊമോരയും അവയുടെ അയൽപട്ടണങ്ങളും നശിപ്പിച്ചു കളഞ്ഞ ശേഷം എന്ന പോലെ അവിടെയും ആരും പാർക്കയില്ല, ഒരു മനുഷ്യനും അവിടെ വസിക്കയില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. യഹോവയുടെ അരുളപ്പാടാണ് യിരെമ്യാവ് അറിയിക്കുന്നത്. വടക്ക് നിന്നൊരു ജാതി വന്ന് ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് ഒരു മഹാജാതിയും അനേകം രാജാക്കന്മാരും ഇളകി വരുന്നു. ബാബേലിൻ്റെ നാശം സൊദോം ഗൊമോറയുടെ നാശത്തോട് സാമ്യപ്പെടുത്തിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 42-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവർ വില്ലും കുന്തവും എടുത്തിരിക്കുന്നു, അവർ ക്രൂരന്മാർ, കരുണയില്ലാത്തവർ തന്നെ, അവരുടെ ആരവം കടൽ പോലെ ഇരയ്ക്കുന്നു. ബാബേൽ പുത്രി, അവർ യുദ്ധസന്നദ്ധരായി ഓരോരുത്തരും കുതിരപ്പുറത്ത് കയറി നിന്റെ നേരെ അണിനിരന്ന് നിൽക്കുന്നു. മേദ്യർ പട്ടണത്തെ പിടിച്ചടക്കിയപ്പോൾ വാസ്തവത്തിൽ സംഭവിച്ചത് ഇതാണ്. അതാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 51-ാം അധ്യായം ബാബേലിൻ്റെ മേൽ വരുന്ന ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ച് തുടർന്ന് പറയുന്നതാണ് നാം കാണുന്നത്. 51-ാം അധ്യായത്തിൻ്റെ 6 മുതലുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. 6 മുതൽ 8 വരെ. ബാബേലിൻ്റെ നടുവിൽ നിന്ന് ഓടി ഓരോരുത്തൻ താൻ താൻ്റെ പ്രാണനെ രക്ഷിച്ചുകൊള്ളുവിൻ. നിങ്ങൾ അതിൻ്റെ അകൃത്യത്തിൽ നശിച്ചു പോകരുത്. ഇത് യഹോവയുടെ പ്രതികാരകാലമല്ലോ. അതിൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം അവൻ അതിനോട് പകരം ചെയ്യും. ബാബേൽ യഹോവയുടെ കയ്യിൽ സർവ്വഭൂമിയെയും ലഹരി പിടിപ്പിക്കുന്ന പൊൻപാത്രമായിരുന്നു. ജാതികൾ അതിലെ വീഞ്ഞ് കുടിച്ചിട്ട് അവർക്ക് ഭ്രാന്ത് പിടിച്ചു. പെട്ടെന്ന് ബാബേൽ വീണ് തകർന്നുപോയി. അതിനെക്കുറിച്ച് മുറയിടുവിൻ, അതിൻ്റെ വേദനയ്ക്ക് തൈലം കൊണ്ടുവരുവിൻ, പക്ഷേ അതിന് സൗഖ്യം വരും. ബാബേൽ പെട്ടെന്ന് നശിപ്പിക്കപ്പെടേണ്ടതായിട്ടുണ്ടായിരുന്നു. അത് തീർച്ചയായും അക്ഷരാർത്ഥത്തിൽ നിറവേറിയിരിക്കുകയാണ്. 25-ഉം 26-ഉം വാക്യങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. സകല ഭൂമിയെയും നശിപ്പിക്കുന്ന വിനാശക പർവ്വതമേ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഞാൻ നിന്റെ മേൽ കൈനീട്ടി നിന്നെ പാറകളിൽ നിന്ന് ഉരുട്ടി ദഹന പർവ്വതമാക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. നിന്നിൽ നിന്ന് അവർ മൂലക്കല്ലായിട്ടോ അടിസ്ഥാനക്കല്ലായിട്ടോ ഒരു കല്ലും എടുക്കാതെ വണ്ണം നീ നിത്യശൂന്യമായി ഭവിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. അത് മുഴുവൻ ഇന്ന് നിർജ്ജനമായിരിക്കുന്നു എന്ന് അവിടെ സന്ദർശിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാകും. 36-ഉം 37-ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നത് 51-ൻ്റെ 36-ഉം 37-ഉം. അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ നിന്റെ വ്യവഹാരം നടത്തി നിനക്ക് വേണ്ടി പ്രതികാരം ചെയ്യും. അതിൻ്റെ കടൽ ഞാൻ ഉണക്കി അതിൻ്റെ ഉറവുകൾ വറ്റിച്ചു കളയും. ബാബേൽ നിവാസികളില്ലാതെ കൽക്കുന്നുകളും കുറുനരികളുടെ പാർപ്പിടവും വിസ്മയത്തിനും ചൂള കുത്തുന്നതിനും വിഷയവുമായിത്തീരും. നദിയിലെ വെള്ളം വറ്റിപ്പോകുന്നതിനാൽ സംഭവിക്കുന്ന ദുരിതം, പ്രത്യേകിച്ചും ദേശം നിർജ്ജനമാകുന്നതാണ്. നാം കാണുന്നത് വളരെ ശോചനീയമായ ഒരു അവസ്ഥ തന്നെയാണ്. ബാബേലിലൂടെ ഒഴുകിയിരുന്ന യൂഫ്രട്ടീസ് നദി ഇപ്പോൾ അതിൻ്റെ ആ ദിശയിൽ നിന്ന് മാറി ഒഴുകുവാൻ തുടങ്ങി. അങ്ങനെ ഒഴുകിയ നദി എവിടെല്ലാം മതിൽ മുറിച്ച് കടന്നുവോ അതെല്ലാം ശത്രുവിന് പട്ടണത്തിനുള്ളിലേക്ക് പ്രവേശിക്കുവാനുള്ള സൗകര്യങ്ങളായി. അറിയാതെ ഗതി മാറി ഒഴുകിയ നദീതടത്തിലൂടെ പട്ടണത്തിൽ പ്രവേശിച്ചിരുന്ന ശത്രു പട്ടണത്തെ നശിപ്പിച്ചു. ഈ പ്രവചനത്തിൻ്റെ ഒടുവിലത്തെ അധ്യായത്തിലേക്കും കൂടി നാം വരികയാണ്. 52-ാം അധ്യായം. 52-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നത് യെരുശലേമിൻ്റെ നാശത്തെക്കുറിച്ച് പ്രവചിച്ചത് നിറവേറുന്നതാണ്. 52-ാം അധ്യായം വാസ്തവത്തിൽ നാം ഇതിനോടകം കണ്ടതാണ്. കാരണം യെരുശലേമിൻ്റെ നാശത്തെയും യഹൂദയുടെ പ്രവാസത്തെയും തിരിഞ്ഞു നോക്കുന്ന ഒരു ഭാഗമത്ര ഇത്. യിരെമ്യാവ് ആദ്യം പ്രവചനമായി നൽകിയത് ഇപ്പോൾ അവൻ ചരിത്രമായി എഴുതുന്നു, അത്രമാത്രം. സിദെക്കീയാവിനെ പിടിക്കുന്നതും അവൻ്റെ പുത്രന്മാരെ കൊന്നുകളയുന്നതും ബാബേൽ രാജാവ് അവൻ്റെ കണ്ണ്, അതായത് സിദെക്കീയാവിൻ്റെ കണ്ണ് കുത്തിപ്പൊട്ടിക്കുന്നതും എല്ലാം അവൻ വീണ്ടും പറയുന്നതായി ഈ ഭാഗത്തും കാണുവാൻ സാധിക്കും. യെഹോയാക്കീനെ പിടിച്ച് ബാബേലിലേക്ക് കൊണ്ടുപോയി
അത് കഴിഞ്ഞ് വാസ്തവത്തിൽ സംഭവിച്ചത് എന്താകുന്നു എന്നുകൂടി യിരെമ്യാവ് നമ്മോട് പറയുന്നു. 52 അധ്യായത്തിൻ്റെ 31 മുതലുള്ള വാക്യങ്ങളിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. യഹോയാക്കീമിൻ്റെ ചരിത്രമാണത്. യഹോയാക്കീമും യഹോയാക്കീനും 2 പേരാണ് എന്നോർക്കണം. 52 അധ്യായത്തിൻ്റെ 31 മുതലുള്ള വാക്യങ്ങൾ വായിക്കട്ടെ. 31 വാക്യം: യഹൂദ രാജാവായ യഹോയാക്കീൻ്റെ പ്രവാസത്തിൻ്റെ 37 ആണ്ടിൽ 12 മാസം 25 തീയതി ബാബേൽ രാജാവായ എവീൽ മൊരേദക്ക് തൻ്റെ വാഴ്ചയുടെ 1 ആണ്ടിൽ യഹൂദ രാജാവായ യഹോയാക്കീനെ കടാക്ഷിച്ച് കാരാഗൃഹത്തിൽ നിന്ന് വിടുവിച്ച് അവനോട് ആദരവായി സംസാരിച്ച് അവൻ്റെ ആസനത്തെ തന്നോടുകൂടെ ബാബേലിലുള്ള രാജാക്കന്മാരുടെ ആസനങ്ങൾക്ക് മേലായി വെച്ചു. അവൻ്റെ കാരാഗ്രഹ വസ്ത്രം മാറ്റി. അവൻ ജീവപര്യന്തം നിത്യവും അവൻ്റെ സന്നിധിയിൽ ഭക്ഷണം കഴിച്ചു പോന്നു. അവൻ്റെ അഹോവൃത്തിയോ ബാബേൽ രാജാവ് അവൻ്റെ മരണദിവസം വരെ അവൻ്റെ ജീവകാലമൊക്കെയും നിത്യവൃത്തിക്ക് ദിവസം പ്രതിയായുള്ള ഓഹരി കൊടുത്തു പോന്നു. യഹോയാക്കീൻ ബാബേലിൽ മരിച്ചു. ഈ വംശത്തിൽ നിന്നുള്ള യാതൊരു രാജാവും ഇനിയും ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കയില്ല എന്ന് യിരെമ്യാവ് പ്രവചിച്ചു. ഇത് ഞാൻ പല പ്രാവശ്യം ഇതിനു മുമ്പ് പറഞ്ഞതാണ്. ശലോമോനിലൂടെയുള്ള ദാവീദിൻ്റെ വംശം ഇവിടെ അവസാനിക്കുന്നു. നിത്യമായി ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ പോകുന്ന ദാവീദിൻ്റെ മകൻ മറ്റൊരു വംശത്തിലൂടെ, അതായത് നാഥാനിലൂടെയാണ് വരുവാൻ പോകുന്നത്. കന്യക മറിയം ആ വംശത്തിൽ പിറന്നു. ആ വഴിയിലൂടെയാണ് കർത്താവായ യേശു ദാവീദിൻ്റെ സിംഹാസനം അവകാശപ്പെട്ടത്. ഈ കാരണത്താലാണ് യിരെമ്യാവിൻ്റെ പുസ്തകം രാജവംശത്തെക്കുറിച്ചുള്ള ഈ പ്രധാനപ്പെട്ട വിവരങ്ങൾ നൽകിക്കൊണ്ട് അവസാനിക്കുന്നത്. എത്ര വെല്ലുവിളി ഉയർത്തുന്ന ഒരു പ്രവചനമായിരുന്നു യിരെമ്യാവ് തൻ്റെ കാലത്തെ ജനത്തിന് നൽകിയത് എന്ന് ഞാൻ പറയാതെ തന്നെ ഇതിനോടകം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. തൻ്റെ കാലത്തെ ജനത്തിന് നൽകിയത് വളരെ വിലപ്പെട്ട ജീവിക്കുന്ന ഒരു പ്രവചനമായിരുന്നു. നമുക്കും ഇതൊരു വലിയ വെല്ലുവിളിയാണ്. അന്നത്തെ സമൂഹത്തിൽ താൻ കണ്ട അനീതിക്കെതിരെ അവൻ ശബ്ദമുയർത്തി. തൻ്റെ പരിമിതികൾക്കപ്പുറം അവൻ ധൈര്യത്തോടുകൂടെ നിന്നതിൻ്റെ കാരണം ദൈവശബ്ദം കേൾക്കുവാനും അത് അറിയിക്കുവാനുമുള്ള ആ നിയോഗവും അവന് ലഭിച്ചു എന്നതാണ്. ദൈവം ആഗ്രഹിക്കുന്ന ഹൃദയമുള്ള ഒരു ദൈവപൈതൽ മടുത്തെന്ന് തോന്നിയാൽ പോലും ഇട്ടേച്ചു പോകില്ല. കാരണം ആവശ്യം കാണുമ്പോൾ അവൻ അല്ലെങ്കിൽ അവൾ ഓടി ദൈവസന്നിധിയിലേക്ക് വന്ന് ദൈവം ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം സ്വയം ഏൽക്കുവാൻ തയ്യാറാക്കും. ദൈവം പറഞ്ഞതുപോലെ തന്നെ യിരെമ്യാവ് മടങ്ങി വന്നു. എന്നിട്ട് അവൻ പറഞ്ഞു, ദൈവവചനം എൻ്റെ അസ്ഥികൾക്കുള്ളിൽ അഗ്നി പോലെയാകുന്നു. അത് ജനത്തോട് പങ്കുവെച്ചില്ല എങ്കിൽ എനിക്ക് ജീവിക്കുവാൻ കഴിയില്ല. തീ ഉള്ളിൽ കത്തുമെന്ന് ആ പറഞ്ഞ ദൂത് അവൻ്റെ ഹൃദയത്തെ തകർത്തു. എങ്കിലും അവനത് അറിയിച്ചു കൊണ്ടേയിരുന്നു. അപ്രകാരത്തിലൊരു മനുഷ്യനെയാണ് ദൈവവും ആഗ്രഹിച്ചത്. കാരണം അതിക്രൂരമായ ഒരു ദൂത് നൽകുവാൻ കഴിയുന്ന വിധത്തിൽ വളരെ ലോല ഹൃദയമുള്ള ഒരു മനുഷ്യനെ ആയിരുന്നു ദൈവം അന്വേഷിച്ചത്. അത് യിരെമ്യാവിലൂടെ അവൻ കണ്ടു. ഇന്ന് പലരും ദൈവവചനം അറിയിക്കുന്നത് ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ച് പറയുന്നത് നീരസത്തോടെയാണ്. മറ്റുള്ളവർക്ക് അങ്ങനെ അങ്ങോട്ട് വരട്ടെ, അവനത് അർഹിക്കുന്നവനാകുന്നു എന്നുള്ള ചിന്തയോടെയാണ്. എത്ര ധാർഷ്ട്യത്തോടെയാണ് സംസാരിക്കുന്നത്. എന്നാൽ ദൈവം നോക്കുന്നത് ലോല ഹൃദയമുള്ള ഒരു മനുഷ്യനെയാണ്. ഇസ്രായേൽ മക്കൾ ഈ പരമാർത്ഥം അറിയണം. ദൈവം ആഗ്രഹിച്ചു അതവരറിയണമെന്ന്. കാരണം താൻ അവരെ അടിമകളായി അയച്ച് ശിക്ഷിക്കുന്നെങ്കിലും അതവൻ്റെ ഹൃദയത്തെ തകർക്കുന്ന അനുഭവമായിരുന്നു. ഇന്ന് നമ്മുടെ സമൂഹത്തിനും നമ്മുടെ ദേശത്തിനും ആവശ്യമായിരിക്കുന്നത് യിരെമ്യാവിനെ പോലെ ഹൃദയമുള്ള ദൈവമക്കളെയാണ്. തെറ്റിപ്പോകുന്ന ജനത്തിന് നേരെ വിരൽ ചൂണ്ടി കുറ്റപ്പെടുത്തുകയല്ല, മറിച്ച് അവരുടെ വേദനയിൽ, അവരുടെ നിസ്സഹായതയല്ലേ, അവരുടെ അജ്ഞതയിൽ സഹതപിച്ച് അവർക്ക് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കുകയാണ് വേണ്ടത്. എന്നെ ശ്രദ്ധിക്കുന്ന താങ്കളുടെ ജീവിതത്തിൽ അപ്രകാരം ദൈവത്താൽ ഉപയോഗിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അതിനുവേണ്ടി സമർപ്പിക്കുമോ? യിരെമ്യാ പ്രവചനം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം അതിനായി നിങ്ങളെ സഹായിക്കട്ടെ. ദുഷ്ടൻ
അധീനതയിലാക്കി വച്ചിരിക്കുന്ന ഈ ലോകത്തിൻ്റെ അവസ്ഥ വളരെ ശോചനീയമാണ്. എന്നാൽ ഈ അവസ്ഥയ്ക്ക് വളരെ വേഗം മാറ്റം സംഭവിക്കുവാൻ പോകുന്നു. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നാകുന്നു ദൈവവചനം വിളിച്ചു പറയുന്നത്. മാനസാന്തരപ്പെട്ട് ദൈവത്തിൻ്റെ കർത്തൃത്വം അംഗീകരിച്ചുകൊണ്ട് ഒരു വ്യക്തിക്ക് ദൈവരാജ്യത്തിൻ്റെ സൗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കും. അതിന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഞങ്ങളോടൊപ്പം യിരെമ്യാ പ്രവചന പുസ്തകത്തിൻ്റെ ഈ പഠനത്തിൽ പങ്കാളികളായ എല്ലാവരോടുമുള്ള ഞങ്ങളുടെ നന്ദി അറിയിക്കട്ടെ. വീണ്ടും പുതിയ ഒരു പുസ്തക പഠനവുമായി നമുക്ക് ഒരുമിക്കാം. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ.